പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 147 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ പറയുന്നു: തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിങ്കൽ നിന്ന് പ്രസാദം ലഭിക്കുക എന്നുള്ളതിനേക്കാൾ അധികമായി വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാധാന്യമായിട്ടുള്ളതൊന്നുമില്ല. മനുഷ്യരിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടുക, മനുഷ്യരെ പ്രീതിപ്പെടുത്തുക, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു കാര്യങ്ങളാണ്. മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ഇന്നതൊക്കെ ലഭിച്ചെന്ന് വന്നേക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവപ്രസാദത്തേക്കാൾ വലുതല്ല മാനുഷികമായ പ്രസാദം. മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. പക്ഷേ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനായി ദൈവത്തെ മറന്ന് നാം എന്തു ചെയ്താലും ആ മാനുഷിക പ്രസാദത്താൽ മനുഷ്യൻ പ്രസാദിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കും. ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ഒന്ന്, ദൈവത്തെ ഭയം വേണം. 2, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവഭയമുള്ള ഒരു ദൈവവേദനയായി നാം ജീവിക്കുക. മനുഷ്യന് ഭയമില്ലെന്ന്, അതേ, ആരെയും ആർക്കും ഭയമില്ലാത്തൊരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയമുള്ള ഒരു ദൈവവേദനയായി നാം ജീവിച്ചാൽ മറ്റുള്ളതിനെ ഒക്കെ ഭയപ്പെടാനുള്ള ഒരു പ്രത്യേക കൃപ നമുക്ക് കിട്ടും. ഇവിടെ സങ്കീർത്തനക്കാരൻ ശക്തമായി പറയുകയാണ്, ദൈവം നമ്മളെ പ്രസാദിക്കുവാൻ താല്പര്യമുള്ളവനാ. അർത്ഥാത് ദൈവം നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുവാൻ നിൽക്കണം. ദൈവം ശക്തനായി സന്നദ്ധനായി നിൽക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ആ പ്രസാദ വർഷം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കണമെന്നെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ ഭയമുള്ളവരായി തീരണം. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കും. ദൈവഭയമുള്ളവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വിഷയം, ദൈവപ്രസാദമാണോ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്ന്, ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും നമുക്ക് മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ദൈവപ്രസാദം ലഭിക്കുവാൻ നാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിങ്കൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുക. കാരണം ദയ നൽകുന്ന കരുണാസമ്പന്നനായ ദൈവം നമ്മളോട് പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വചനം പറയും, നിങ്ങൾക്കുള്ളതിൻ്റെ ഓഹരി നിങ്ങൾ ദൈവാലയത്തിൽ കൊണ്ടുവരിക, അവൻ നിങ്ങളെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്ക് വേണ്ട സമൃദ്ധി നൽകുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ സന്നദ്ധരായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമുക്കുള്ളത്, ദൈവത്തിനുള്ളതെല്ലാം നമുക്ക് അവൻ തരാൻ സന്നദ്ധനാണ്. ദൈവത്തെ ഭയമില്ലാത്തവർ, ദൈവത്തെ ബഹുമാനിക്കാത്തവർ, ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ദൈവം എങ്ങനെയാണ് സന്തോഷം നൽകുന്നത്? എങ്ങനെയാണ് ദൈവം അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തെക്കുറിച്ചൊരു ഭയം ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. ദൈവഭയം, ദൈവത്തെ ബഹുമാനിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ. ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ദൈവത്തെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. ആ ബഹുമാനം നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദ വർഷം നമ്മളിലേക്ക് വരും. യേശുക്രിസ്തുവിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ മാലാഖമാർ പാടിയൊരു പാട്ട് എങ്ങനെയാണ്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്താ ഇന്ന് മനുഷ്യന് സമാധാനം കിട്ടാത്തത്? ദൈവത്തെ ആരാ പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്ന് മനുഷ്യന് സമയമില്ല. ലോകത്തെയും ലോകത്തിലുള്ളതെയും ഉള്ളവരെയൊക്കെ പ്രസാദിപ്പിക്കാനാണ് മനുഷ്യൻ ഓടി നടക്കുന്നത്. ദൈവപ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തിന് വേണ്ടി കൊടുക്കുക. നമ്മുടെ സമയം ദൈവത്തിന് കൊടു, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളതൊക്കെ കർത്താവിന് കൊടു, ദൈവത്തിന് കൊടു. ദൈവത്തെ ഒന്ന് പ്രസാദിപ്പീര്. സ്തോത്രം. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള പ്രധാന വഴി നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. റോമാലേഖനം 12-1 വാക്യം പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ദൈവത്തിന് കൊടുക്കുന്ന യാഗം ദൈവം പ്രസാദിക്കുന്ന യാഗമാകണം. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവപ്രസാദത്തിന് വേണ്ടിയാകണം. നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിനെ പ്രസാദിപ്പിക്കാനാണ്, മനുഷ്യനെ കാണിക്കാൻ വേണ്ടി അല്ല. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച്
ദൈവത്തിന്റെ കൃപയിൽ നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സംഗീതക്കാരൻ വിളിച്ചു പറയുന്നു, തന്നെ ഭയപ്പെടുകയും തന്റെ ദൈവം പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദി. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.